സുപ്രഭാതം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ജിജോ അങ്കമാലി. വളർന്നു വരുന്ന ഒരു കുഞ്ഞ് വളർന്നു വരുന്ന ഒരു പൂച്ചെടിയിൽ നിന്നും ഒരു പൂമുട്ട് പറിച്ച് പൂമുഖ വതിൽക്കിലിരുന്ന് ഓരോന്ന് ചെയ്യുന്നത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇരുത്തെടുത്ത പൂമുട്ട് എന്ത് ചെയ്യും എന്ന് കാണുവാൻ അമ്മ കുഞ്ഞിനെ വളരെ ശ്രദ്ധിച്ചു. കുഞ്ഞ് തന്റെ കുഞ്ഞു വിരൽ കൊണ്ട് പൂവിതകൾ ഓരോന്നോരോന്നായി വിടർത്താൻ തുടങ്ങി. അമ്മ അടുത്തുനിന്ന് നിന്നതുപോലും കുഞ്ഞ് ശ്രദ്ധിച്ചില്ല. ഇതിലുകൾ ഓരോന്നായി സൂക്ഷ്മതയോടെ വിടർത്താൻ ശ്രമിക്കുന്ന കുഞ്ഞിനോട് അമ്മ ചോദിച്ചു, കുഞ്ഞെ നീ എന്ത് ചെയ്യുകയാ? തലപോലും ഉയർത്താതെ കുഞ്ഞ് പറഞ്ഞു, അമ്മേ, ഒത്തിരി നാളായി ഈ പൂവൊന്ന് വിടർന്നു കാണാൻ ഞാൻ കൊതിക്കുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച വേഗത്തിൽ അത് വിടരുന്നില്ല. ആകയാൽ ഞാൻ ഈ പൂവിനെ വിടരുവാൻ സഹായിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, കുഞ്ഞെ, പൂവിതളുകൾ ഓരോന്നായി വിടർത്തുമ്പോൾ പൂവ് വിരിയുകയല്ല, പിന്നെ കരിയുകയാണ്. ആകയാൽ പൂമുട്ടുകൾ പൂമരത്തിലിരുന്ന് തനിയെ വിടരണം. എങ്കിൽ മാത്രമേ പൂവിന് ശോഭയും സൗരഭ്യവും ആയുസ്സും ഉണ്ടാവുകയുള്ളൂ. ഈ സത്യം പഠിച്ചിരിക്കേണ്ടതും ഓർത്തിരിക്കേണ്ടതും കുട്ടികളെക്കാൾ കൂടുതൽ മുതിർന്നവരാണ്. പൂന്തോട്ടത്തിലെ കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെയോ സഭയിലെയും ഭവനത്തിലെയും സുവിശേഷ വയലിലെയും കാര്യമാണ്. പൂമുട്ടുകൾ തനിയെ വിരിഞ്ഞു വരുന്നത് ക്ഷമയോടെ നോക്കി കാത്തിരിക്കുവാൻ ക്ഷമയുള്ളവരും മനസ്സുള്ളവരും ഇന്ന് വളരെ കുറവാണ്. ആയതിനാൽ പ്രായത്തിനു മുൻപേ ഇതൾ വിടർത്തി ബാല്യ കൗമാര യൗവന ജീവിതങ്ങളെ നാം വിടരുവാൻ സഹായിക്കുകയും വിടർത്തുകയും ചെയ്യുന്നതിനാൽ ആ പൂമുട്ടുകൾ കരിഞ്ഞു പോകുന്നു എന്ന് നാം തിരിച്ചറിയാറില്ല, തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നതുമില്ല. എങ്ങനെയെങ്കിലും ഈ പൂമുട്ട് ഒന്ന് വിരിഞ്ഞു കാണാം എന്നൊറ്റ ആഗ്രഹം മാത്രമേ ഭരിക്കാറുള്ളൂ. പക്ഷെ അത് പോരാ. രക്ഷിക്കപ്പെടാൻ പ്രായമായി, സ്നാനപ്പെടാൻ പ്രായമായി എന്ന കണക്ക് കൂട്ടലിൽ ബലം പ്രയോഗിച്ച് ഇതളുകൾ വിടർത്തുവാൻ ചില സമയങ്ങളിലെങ്കിലും നാം ശ്രമിക്കുന്നില്ലേ? ഭവനത്തിലായാലും സഭയിലായാലും സുവിശേഷ വയലിലായാലും നാം ഈ വിധം പ്രവർത്തിക്കുന്നതിനാൽ വിരിഞ്ഞ് സൗരഭ്യം പരത്തി നയനസുഖം തരേണ്ടതായ എത്രയോ ജീവിതങ്ങൾ ശോഭയറ്റ് ജീവനറ്റ് കരിഞ്ഞുണങ്ങി നിൽക്കുന്നു. ദുഃഖകരം എന്ന് പറയട്ടെ, ഇന്നത്തെ പല സഭകളിലും ഈ വിധത്തിൽ ഇതൾ വിടർത്തി വിരിയിച്ചെടുത്ത പൂക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രായമായല്ലോ, സമയമായല്ലോ, മറ്റുള്ളവരൊക്കെ രക്ഷിക്കപ്പെട്ടല്ലോ എന്നീ ചിന്തകളൊന്നുമല്ല രക്ഷിക്കപ്പെടുവാനുള്ള മാനദണ്ഡം. പിന്നെയോ ആഴമായ പാപബോധവും രക്ഷാബോധവുമാണ്. സ്നാനത്തിനാണെങ്കിൽ വേണ്ടത് ശരിയായ രക്ഷാനിർണയമാണ്. ആയവയില്ലാത്തവരെ രക്ഷിക്കപ്പെട്ടു എന്നും സ്നാനപ്പെട്ടു എന്നും വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വർഗത്തിലേക്കല്ല, പിന്നെയോ നിത്യ അഗ്നിയിലേക്കാണ് ചുവടുവെച്ച് നീങ്ങുന്നത് എന്ന പ്രിയ സത്യം നാം അംഗീകരിച്ചേ പറ്റൂ. ഇന്നത്തെ സുവിശേഷ പ്രഭാഷണങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക. ഒരു പാപിക്ക് പാപബോധം ഉണ്ടാകത്തക്ക വിധത്തിലാണോ പ്രസംഗം? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണോ ഇന്നത്തെ പ്രമേയം? അങ്ങനെയല്ല എന്ന് പറയേണ്ടതാണ് സ്ഥിതി. അനുഗ്രഹിക്കുന്ന, സമൃദ്ധി തരുന്ന, രോഗം സൗഖ്യമാക്കുന്ന, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു യേശുവിനെ കുറിച്ച് മാത്രം പ്രസംഗിച്ചാൽ ഏത് പാപിക്കാണ് പാപബോധമുണ്ടാവുക? ഈ വിധത്തിൽ പ്രസംഗിച്ചതിനു ശേഷം ഒരു പാപിയെ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ആഹ്വാനം ചെയ്താൽ ആ പാവപ്പെട്ട പാപി മുൻപോട്ട് വരുന്നത് പാപങ്ങൾ ക്ഷമിക്കുന്ന, പാപത്തിന് രക്ഷിക്കുന്ന യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനല്ല, പിന്നെയോ അനുഗ്രഹിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്ന യേശുവിനെ സ്വീകരിക്കുവാനാണ്. അങ്ങനെ സ്വീകരിക്കുന്ന ഒരുവൻ പാപമോചനം ലഭിക്കുന്നവനായിട്ട് മാറുമോ? ഇല്ല. മനുഷ്യ, നീ പാപിയാണെന്നും പാപത്തിന് ശമ്പളം മരണമാണെന്നും തുറന്നു തന്നെ നമ്മൾ പറയണം. കേൾക്കുന്ന വ്യക്തി ഹൃദയത്തിൽ കുത്തുകൊണ്ട് പാപബോധത്താൽ കരഞ്ഞ് രക്ഷപ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് സ്വയം ചോദിപ്പാനായിട്ട് ഇടപെടണം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവും ക്രൂശിരിച്ചതിന്റെ രക്തവുമാണ് പാപമോചനത്തിനുള്ള ഏക വഴി എന്നറിഞ്ഞ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോഴാണ് വീണ്ടും ജനനം നടക്കുന്നത്, അഥവാ പൂക്കൾ തനിയെ വിരിയുന്നത്. ഇങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ മാത്രമേ നാം സ്നാനജലത്തിലേക്ക് ആനയിക്കാവൂ.
ഉണങ്ങിയ പാപിയെ നനഞ്ഞ പാപിയാക്കുന്നതല്ല സ്നാനം. മരിച്ചവരെ മാത്രമേ കുഴിച്ചിടാവൂ. അതിനെയാണ് ശവസംസ്കാരം എന്ന് പറയുന്നത്. ജീവനോടെ കുഴിച്ചിടുന്നതിനെ ശരീര സംസ്കാരം എന്നാണ് വിളിക്കേണ്ടത്. ഇന്ന് നമ്മൾ സ്നാനജലത്തിലേക്ക് കൊണ്ടുപോകുന്നവരുടെ ബന്ധത്തിൽ ഏതാണ് കരണീയമായിട്ടുള്ളത്? പാപിയായിരിക്കുന്ന ഒരുവൻ മാനസാന്തരപ്പെട്ടിട്ട് വേണം സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ. പാപബോധം ഉണ്ടായാലേ മാനസാന്തരപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ദാവീദിന് സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാണ് സുവിശേഷം. പാപമില്ലാത്തവനായി ജനിച്ച് പാപികൾക്കായി രക്തം ചിന്തി മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ് സുവിശേഷം. തെളിവായി സുവിശേഷം പറഞ്ഞിട്ട് രക്ഷിക്കപ്പെടുന്നവർ മാത്രം രക്ഷിക്കപ്പെട്ടാൽ മതിയെന്ന് നാം തീരുമാനിച്ചുറയ്ക്കണം. തെറ്റായ തീരുമാനം ഒരാൾ എടുക്കുവാൻ ഇടവന്നാൽ ആയതിന്റെ കണക്കുകൂടെ ദൈവം നമ്മോട് ചോദിച്ചു എന്ന് വരാം. രക്ഷിക്കപ്പെടാത്തൊരു പാപിയെ രക്ഷയിലേക്ക് നയിക്കുന്നതിലും പ്രയാസമാണ് രക്ഷിക്കപ്പെട്ടു എന്ന മിഥ്യാധാരണയിൽ ജീവിക്കുന്ന ഒരു പാപിയെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ. ഉറങ്ങുന്നവനെ ഉണർത്തുവാൻ എളുപ്പമാണ്, എന്നാൽ ഉറക്കം നടിക്കുന്നവനെ ഉണർത്തുക അത്ര എളുപ്പമല്ല. പൂമൊട്ടിന്റെ ഇതിലുകൾ വിടർത്തിക്കൊടുത്താൽ പൂ വിരിഞ്ഞു എന്ന് തോന്നിയേക്കാം. എന്നാൽ ഓർക്കണം, പൂമൊട്ടുകൾ വിരിയിക്കുക എന്ന ദൗത്യം ദൈവത്തിൻ്റെതാണ്. 1 കൊരിന്ത്യർ 3:6 നാം അത് വായിക്കുന്നു. നമ്മുടേതല്ല. നാം ചെയ്യേണ്ടത് നടുക, നനയ്ക്കുക, വളമിടുക എന്നീ വിധത്തിലുള്ള കണ്ണുനീരിന്റെ ശുശ്രൂഷയാണ്. ദൈവം തന്റേതായ സമയത്ത് വളരുമാറാക്കിക്കൊള്ളും. കർത്താവാണ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർക്കുന്നത്, നമ്മൾ അല്ല. പൂക്കളെ സ്നേഹിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പൂന്തോപ്പിലെ പൂക്കൾ നാം ആയിട്ട് മാനുഷിക ഇടപെടലുകളാൽ വിരിയിക്കുവാൻ ശ്രമിക്കരുത്. അതാതിന്റെ സമയത്ത് ഓരോ പൂമട്ടും ദൈവാത്മാവിന്റെ ഉൾക്രിയയാൽ സ്വയം വിരിയണം. അത്തരം പൂക്കളിലല്ലേ സൗരഭ്യം തരികയുള്ളൂ. അത്തരം പൂക്കളല്ലേ ശോഭയും ജീവനുണ്ടാവുകയുള്ളൂ. ഈ വിധം വിരിഞ്ഞ പൂക്കളിൽ മാത്രമല്ലേ തേനുണ്ടാവുകയുള്ളൂ. ഇത്തരം പൂക്കളിലേക്ക് മാത്രമല്ലേ മധുനുകരുവാൻ വണ്ടുകൾ പറന്നെടുക്കുകയുള്ളൂ. ആകയാൽ പൂക്കൾ തനിയെ വിരിയണം.